ഏറ്റവും റൈറ്റ് സൈഡിലുള്ളതാണ് പവർ ബട്ടൺ. അത് പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവും, റെഡ് ലൈറ്റ്. അത് പ്രസ് ചെയ്താൽ ഗ്രീൻ ആവും. അപ്പോൾ ഈ സെറ്റ് ബോക്സ് ഓൺ ആവും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റിമോട്ടിൽ 4 ബട്ടൺസ് ഉണ്ട്, 4 ബട്ടൺസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ടി വി ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ജിയോ ടി വി പ്ലസിലാണ് നമ്മൾ ചാനൽസ് എല്ലാം വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഓക്കെ അടിച്ച് ജിയോ ടി വി പ്ലസ് എടുക്കുക, അല്ലെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ഈ റിമോട്ടിലെ സ്വിച്ച് ഉണ്ട് ജിയോ ടി വി പ്ലസ് എന്ന് പറയുന്നത്. ഇത് ഓൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ ആരോ ബട്ടൺ താഴത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ട ചാനൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽസ് ഓരോന്നെടുത്ത് പ്ലേ ചെയ്യാം. അല്ല നമുക്ക് ഫുള്ള് ചാനൽസിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചാനൽ ഗൈഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഇപ്പോൾ മലയാളം ഇട്ടേക്കുന്നുണ്ട്, മലയാളത്തിൽ എല്ലാ കാറ്റഗറി ഒന്നും കൊടുത്തിട്ടില്ല, മലയാളത്തിൽ എല്ലാ ചാനൽസും നമുക്ക് വരും. മനസ്സിലാവും? ഇതിൽ ഏതെങ്കിലും ഒരു ചാനൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അടുത്ത ചാനൽ എടുക്കുമ്പോൾ ജസ്റ്റ് ബാക്ക് ബട്ടൺ അടിക്കണം, എന്നിട്ട് വേണം അടുത്ത ചാനൽ എടുക്കാൻ. ഓക്കെ, ഒരു ചാനൽ എടുത്ത് മാറ്റുമ്പോൾ ജസ്റ്റ് ബാക്ക് ബട്ടൺ എടുത്തിട്ട് അടുത്ത ചാനലിലോട്ട് ചെയ്യാം. നമുക്ക് CKയിലോ ഏഷ്യാനെറ്റും നമ്മുടെ ആ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും പ്ലേ ആകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ CKയിലോ എടുക്കുമ്പോൾ ആ C5ൻ്റെ OTTയുടെ ആ പ്ലാറ്റ്ഫോം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടാണ് അത് പ്ലേ ആകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പുറകോട്ട് ഇറങ്ങുമ്പോൾ 2 വർഷം ഒന്ന് ബാക്ക് ബട്ടൺ എടുക്കും, ആ OTTനും കൂടെ എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ട്. അത് ഏഷ്യാനെറ്റിനും CKയിലും മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള ഇതാണ്. നമുക്ക് മലയാളത്തിൽ സൂര്യ ഉണ്ട്, ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ മഴവിൽ മനോരമ, അതൊക്കെ ഡയറക്റ്റ് ഇതാണ്. നമുക്ക് ജിയോ ടി വി പിന്നെ നമുക്ക് കാറ്റഗറി ആയിട്ടും വാച്ച് ചെയ്യും. ഇപ്പോൾ ന്യൂസാണ് നമുക്ക് വാച്ച് ചെയ്യുന്നത്. ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ന്യൂസ് മൊത്തം വരും. അതിൽ മലയാളം ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ന്യൂസ് മാത്രമായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് അങ്ങനെ തോന്നും. പിന്നെ ആരോ ബട്ടൺ നമുക്ക് മേളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മേളിൽ ക്യാച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വെബ് സീരീസ്, അതായത് ഇംഗ്ലീഷ് സീരിയൽസ് അങ്ങനെയുള്ള നമുക്ക് മിസ്സായി പോയതൊക്കെ നമുക്ക് ഇതിനകത്ത് വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള മൂവീസ് ഉണ്ട്. മൂവീസ് എന്ന് വെച്ചാൽ നമ്മുടെ OTTയിൽ കിടക്കുന്ന എല്ലാം മൂവീസ് മിക്സ് ആയിട്ട് ഇതിനകത്ത് കാണിക്കും. നമ്മൾ ഓരോ OTT എടുത്ത് നമുക്ക് പ്രയാസമല്ല, ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. പിന്നെ ഷോസ്, കിഡ്സ് അങ്ങനെയുള്ള ഇതുണ്ട്. ഇതിൽ ഡിജിറ്റൽ TV എന്ന് പറഞ്ഞ ഇതിലാണ് നമ്മുടെ ചാനൽസ്. അല്ല, ഇത് നമുക്ക് ഓൾറെഡി ഈ ഹോം സ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 599 പ്ലാനിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ C5 ഉണ്ട്, സോണി ലൈവ്, സൺ നെക്സ്റ്റ്, ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് നമുക്ക് അത് നോർമലായിട്ട് വരുന്നത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ജിയോടെ തന്നെ 888 എന്ന് പറഞ്ഞ പ്ലാനൊക്കെ ഉണ്ട്, അതിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതുകൂടെ കിട്ടും. അപ്പം ഇത് നമുക്ക് ഈ ഹോം സ്ക്രീനിൽ തന്നെ ഈ OTT നമുക്ക് എടുത്ത് കാണും. ഇപ്പോൾ ജിയോ സിനിമയാണെങ്കിൽ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കണ്ടൻറ്റ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഹോട്ട്സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടൻറ്റ് കാണാം. അപ്പം നമുക്ക് ആ ചാനൽസും കാണാം, ഈ OTTയും കാണാം. അങ്ങനെ ഒരു മിക്സ് ആയിട്ടൊരു കോമ്പിനേഷനാണ് വരുന്നത്. മനസ്സിലാവും? ഹോട്ട്സ്റ്റാർ അല്ല ഈ സബ്സ്ക്രിപ്ഷനകത്ത് വരുന്നത്, ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം 4 ഡിവൈസിന് ടോട്ടൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിലും പിന്നെ ഇതിപ്പോൾ ഒരു ഡിവൈസ് ആണെങ്കിൽ ബാക്കി മൊബൈൽസിൽ 2-3 മൊബൈൽസിൽ അല്ലെങ്കിൽ ഏതായാലും ടോട്ടൽ 4 ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് ചാനൽ എടുക്കണമെങ്കിൽ ജിയോ ടി വി പ്ലസ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വോയിസ് കമാൻഡ് ഉണ്ട്. ഇവിടെ വോയിസ് കമാൻഡ് സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കമാൻഡ് ചെയ്യാൻ പറ്റും. റിമോട്ടിൽ യൂട്യൂബ് ഇതിന് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് യൂട്യൂബ് ജസ്റ്റ് ആ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുന്നത്, അത് ഇംഗ്ലീഷിലോട്ട് സെറ്റ് ചെയ്യുമ്പോൾ ശരിയാവും. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള
ഈ OTT എല്ലാം അതിൽ ഞാൻ ഈ സെറ്റിങ്സിൽ എടുത്തിട്ട് മാറ്റി തരാം. സെറ്റിങ്സിൽ ഇംഗ്ലീഷ് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ